ചെയ്യുന്നത്. ഈ നാടകത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നാടകത്തിന്റെയും സിനിമയുടെ ഓഡിയൻസിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഇത്തരം ഫോണുകളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. തിയേറ്ററിനകത്തും അത് എഴുതി കാണിക്കുന്നതുകൊണ്ടല്ലേ, എന്നാലും അതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ നാടകം കണ്ടോണ്ടിരിക്കുമ്പോഴോ ഹലോ ആ കോഴിക്കോട് അടച്ചോ കേൾക്കാറുണ്ട് പലപ്പോഴും. ശരിക്കും ഫോണൊക്കെ വാങ്ങി വെച്ചിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിക്കകത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് സ്വസ്ഥത ഉണ്ടാവില്ല. ഈ 10 മിനിറ്റിനുള്ള അവന് ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണം, അപ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടും. നാടകത്തിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവിടെ അപ്പുറത്ത് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല, നമ്മളത് ചെയ്ത് തീർത്തേ പോകാൻ പറ്റില്ല. പണ്ടത്തെ ഒരു ആളുകളുടെ ഒരു അക്സെപ്റ്റൻസും ഇപ്പോഴത്തെ ഒരു എങ്ങനെയാണ് തോന്നുന്നത്? മാറ്റം വന്നിട്ടുണ്ട്. ഓഡിയൻസ് കുറഞ്ഞതുപോലെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഓഡിയൻസിന് കുറവൊന്നുമില്ല. പല തുളസിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. കൊല്ലം തുളസീന് അറിയാം. ഞാൻ ഹൈറ്റ് പറഞ്ഞ തുളസി കൈയായിട്ട് വരും. എൻ്റെ പേര് ശിവജി എന്നാണ്, ശിവജി ഗുരുവായൂർ. ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക, ബ്രേക്ക് ആയിപ്പോയി. എവിടെ പറഞ്ഞു നിർത്തി? നമ്മുടെ നാടകത്തിന്റെ ഒരു ഓഡിയൻസിന്റെ ഒരു വ്യത്യാസം. നാടകത്തിന് ഓഡിയൻസ് പലരും അങ്ങനെ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ നാടകം മനുഷ്യരുടെ അടുത്തൊക്കെ അന്യം നിന്ന് പോകുന്നു, നാടകശാലയിലെ ആളുകൾ കുറയുന്നു. പക്ഷേ നാടകശാലയിലെ ആളുകളുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്, അതിൻ്റെ അനുഭവമാണ്. അത് ഇഷ്ടമുള്ളവരെന്തായാലും അതിന് നാടകം ഇഷ്ടപ്പെടുന്നവരെന്തായാലും നാടകം കാണാൻ പറ്റും. ഇപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് ആരും വരുന്നില്ല എന്നുള്ളൊരു പഴയ ആളുകൾ തന്നെയാണ്. അല്ല, ഒരു 20 വയസ്സിന് ചോടെയുള്ള യുവാക്കളൊന്നും നാടകശാലയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് അത്. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ യുവാക്കളിലേക്ക് നാടകത്തിന്റെ അവരെ നടിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നാടകം നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്. അതില്ലാതെ കഴിഞ്ഞാൽ പിന്നെ അഭിനയത്തിന്റെ അടിസ്ഥാനം നാടകം തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അത്ര എളുപ്പമല്ലല്ലോ നാടകത്തിൽ അഭിനയിക്കാൻ. അല്ല, അഭിനയിക്കാൻ അതില് എളുപ്പം. ഒരു സിനിമയിൽ പറയുന്നത് തട്ടിക്കയറി ഇത്രയും ഡയലോഗ് പറയുന്നതിനെ കൊണ്ട് അല്ല, അതൊരു സത്യാവസ്ഥയാണ്. അത് സിനിമയിലുള്ള അല്ല, അതൊരു വേറെ ആർട്ടാണ്. സിനിമയില് അത് വേണമെന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും സ്റ്റേജ് കയറി നിൽക്കാൻ പറ്റണമെന്നില്ല. അതൊരു സാങ്കേതിക കലയാണ്. സിനിമ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ എന്തായാലും അഭിനയിക്കാൻ പറ്റും. അത് പറ്റും. അതിപ്പോൾ അങ്ങനെയല്ല, അത് നേരെ തിരിച്ചും പറയാം. ഇപ്പോൾ ഒരു സമൂഹത്തിലുള്ള ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാവാനും കലാകാരന് പറ്റും. ഉദാഹരണത്തിന് ഒരു കലാകാരന് ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, കളക്ടറാവാം, പോലീസ് ഓഫീസറാവാം, എന്തും ആവാം. പക്ഷേ ഒരു പോലീസ് ഓഫീസർക്കോ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് വ്യത്യാസമാണ്. അത് പഠിക്കാനും പറ്റില്ല. അതൊരു ഇൻബോൺ ആയിട്ടുള്ള, ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വരാം എന്ന് പറയാൻ പറ്റില്ല. ഉള്ള കഴിവുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റും. എവിടെ അതില്ലെങ്കിലും സിനിമ വിജയിക്കും. അപ്പോൾ അഭിനയം അറിയണമെന്നില്ല എന്ന് വെച്ച് നിലവിലുള്ള നടീനടന്മാരൊക്കെ കഴിവില്ലാത്തവരൊന്നല്ല കേട്ടോ. ഇപ്പോൾ ആനകളെ വെച്ചിട്ട്, മൃഗങ്ങളെ വെച്ചിട്ട് ഒക്കെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ മൃഗങ്ങളൊന്നും ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വന്നവരൊന്നല്ല. അപ്പോൾ അതൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ മാത്രം. ഒരു ആന, ഇപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ നായകൻ ആനയാണ്. നായക കഥാപാത്രം ഒരു മൃഗം ചെയ്യുമ്പോൾ അതിന്, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ആന കരയുമ്പോൾ നമ്മളൊപ്പം കരയുന്നു. അപ്പോൾ അത് ആ ഒരു സാങ്കേതികതയാണ്. ആ ക്യാമറ ടെക്നിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാങ്കേതിക കലയാണിത്. പക്ഷെ അത് ജൈവ കലയാണ്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. പറ്റില്ല. എന്നാൽ രണ്ടും അഭിനയമാണ്. അതുകൊണ്ട് മാത്രമാണ് കമ്പയർ ചെയ്യുന്നത്. അഭിനയം ആയതുകൊണ്ട് മാത്രമാണ് കമ്പയർ. പക്ഷേ ഈ അഭിനയം ഒരു 15% ഉള്ളൂ സിനിമയിൽ. 85% ടെക്നിക്കാണ്.
സാങ്കേതികതയാണ്. 15% ഒരു അഭിനയത്തിന് സാധ്യതയുള്ളൂ. നാടകത്തിലല്ല, 100% നടൻ തന്നെയാണ്. അവിടെ വേറെ ആർക്കും അവിടെ ഒരു പ്രവേശനമില്ല. സംവിധായകനോ എഴുത്തുകാരനോ ഒന്നും സ്റ്റേജിലേക്ക് പ്രവേശനമില്ല. സ്റ്റേജിൽ നടൻ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അവിടെ റീടേക്കുകളില്ല, ഒന്നുമില്ല. ഒരു അല്ലാത്തൊരു 2 മണിക്കൂർ നമ്മൾ നിൽക്കണം. ഇപ്പം ഞാനൊരു സോളോ പെർഫോമൻസ്, ഇപ്പോൾ ഏകപാത്ര നാടകമൊക്കെ ചെയ്യുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറും സ്റ്റേജിൽ നിൽക്കുക തന്നെയാണ്. അതുകൊണ്ട് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ടിരിക്കുന്ന അതങ്ങനെ പറയാൻ പറ്റില്ല. അത് ലൈവായിട്ട് ഇങ്ങനെ വരണം. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ പറ്റി സംസാരിക്കുക. അതേപോലെ ഒരു സംസാരിക്കലും അഭിനയിക്കലും കൂടി ഒരു 100% ജന്മസിദ്ധമാണ്. പിന്നെ അതിനെ പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതിനെ കഴിയുള്ളൂ.